ഈ ബില്ല് നേരിട്ട് മതസ്വാതന്ത്ര്യത്തെ കയറി ആക്രമിക്കുന്നില്ലെങ്കിലും അതിലേക്കുള്ള ഒരു നോട്ടം ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫണ്ടുകളുടെ ലഭ്യത കുറയുമ്പോൾ, സ്ഥാപനങ്ങളുടെ സ്വത്തുക്കളുടെ മേൽ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ സഭാസ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഭരണവും അവതാളത്തിലാകും. ഇവിടെ മതപരമായ സേവന പ്രവർത്തനങ്ങൾ ഭരണഘടന ആർട്ടിക്കിൾ 25, സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ആർട്ടിക്കിൾ 26, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 30 എന്നിവയിൽ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമെന്നുറപ്പാണ്. അതിനാലാണ് ജനാധിപത്യ സംവിധാനവും ഫെഡറൽ സംവിധാനവും ഉള്ള നമ്മുടെ രാജ്യത്ത് ഭരണഘടന തന്നിരിക്കുന്ന അവകാശങ്ങളിൽ മേൽ വലിയ കടന്നുകയറ്റം ഉണ്ടാകരുത് എന്ന് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്നവർ, പ്രത്യേകിച്ച് ക്രൈസ്തവർ ആവർത്തിച്ച് പറയുന്നത്. ജീവകാരുണ്യ സംഘടനകളെ ഒന്നടങ്കം ബാധിക്കുന്ന രീതിയിലാണ് നിയമനിർമ്മാണത്തിൻ്റെ ഫലം വരുന്നതെന്ന് വ്യക്തമാണ്. നിയമലംഘനം നടത്താതെ പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുകയാണ് ഇതിൻ്റെ ഫലം എന്ന് തോന്നും. എലിയെ തോൽപ്പിക്കുവാൻ ഇല്ലം ചുടുക എന്ന ശൈലിയെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇതിൻ്റെ ഫോർമുലേഷൻസ് എല്ലാം. കാരണമില്ലാതെ ഏത് ജീവകാരുണ്യ സംഘടനയോ FCRയെ റദ്ദ് ചെയ്യുന്ന നിലപാടുകളോ ഒക്കെ നമ്മൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ക്രിസ്ത്യൻ മിഷണറിമാരായ വൈദികരും സിസ്റ്റേഴ്സും ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഗ്രാമീണ സ്കൂളുകളും ഡിസ്പെൻസറികളും മിക്കവാറും സൗജന്യമായിട്ട് നടത്തുന്നതാണെന്ന് ഈ രാജ്യത്തിൽ എല്ലാവർക്കും അറിയാം. അവരുടെ സമർപ്പണം ദേശവിരുദ്ധമല്ല. അവരുടെ സേവനം ലഭിക്കുവാൻ ക്രൈസ്തവരായിട്ടുള്ളവരും അല്ലാത്തവരും ധാരാളം പേര് ഈ രാജ്യത്തുണ്ട്. അവർ ഉത്തമ പൗരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ വക ശുശ്രൂഷ വഴിയാണ്. അല്പമായ സാമ്പത്തിക സഹായം അവർക്ക് ലഭിക്കുന്നത് തടഞ്ഞാൽ അത് ബാധിക്കുന്നത് ധർമാശുപത്രികളെയും കുഷ്ഠരോഗിക കെയർ ഹോംസുകളെയും ഗ്രാമീണ സ്കൂളുകളെയും ഒക്കെയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം.